കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് കേട്ടോ. എല്ലാവരെയും സ്നേഹിക്കണമെന്നും എല്ലാവരാലും അവൾ സ്നേഹിക്കപ്പെടണമെന്നും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരു പെൺകുട്ടി ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. പിന്നീട് എപ്പോഴാണ് കാര്യങ്ങൾ നേരെ തിരിയുന്നത്? അവൾ എല്ലാവരും വെറുക്കപ്പെടുന്നവളാവുന്നത് എപ്പോഴാണ്? അവൾ ചെയ്യുന്ന എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വീട്ടുകാർ, അല്ലെങ്കിൽ അവളെ അവഗണനയോടെ മാത്രം കാണുന്ന ഒരു വീട്ടുകാർ, അതിൻ്റെ നടുവിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവൾ ഒന്നില്ലേ പ്രതികരിക്കും, അല്ലെങ്കിൽ ഇത് കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വേറെ പല വഴികൾ നോക്കിക്കൊണ്ടോ അവൾ അതിനോട് അവൾക്കറിയാവുന്ന രീതിയിൽ അവൾ പ്രതികരിച്ചു തുടങ്ങും. ഒരുപക്ഷെ കണ്ണീരാവാം, അതല്ലെങ്കിൽ മൗനമാവാം, അതും അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാമുള്ള ഒരു ഒളിച്ചോട്ടമാവാം. ഇതെന്തായാലും അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവൾക്ക് കയറിപ്പോവാൻ അല്ലെങ്കിൽ അവൾ തിരിച്ചു പോകുമ്പോൾ സ്വീകരിക്കാൻ ഒരു വീടില്ലെന്നുള്ളത് മാത്രമല്ല അവളുടെ പ്രശ്നം. നിങ്ങളുടെ ആൺമക്കൾ ഭാര്യ വീട്ടിലോട്ട് പോയിട്ട് 10 ദിവസമോ 15 ദിവസമോ വേണ്ട, ഒരു മാസം നിൽക്കുമ്പോൾ അവിടെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അത് തുടരുത്, ഇത് തുടരുത്, ഇതാണ് ഞങ്ങളുടെ രീതി, അതാണ് ഞങ്ങളുടെ രീതി എന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങളുടെ ആൺമക്കളോട് പറയുക? മോനെ വേണ്ട, നീ ഇങ്ങോട്ട് വന്നേക്ക് എന്ന് പറയൂലേ? ഇതേ കാര്യം തന്നെയല്ലേ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത്? കൂടെ നിൽക്കാൻ ഒരാരെങ്കിലും ഉണ്ട് എന്നല്ലേ അവൾ ആഗ്രഹിക്കുന്നത്? അവിടെയല്ലേ ശരിക്കും സമത്വം നമുക്ക് ആവശ്യം? പക്ഷേ അവൾക്ക് കിട്ടുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക്, നിനക്ക് താഴെയും ആൾക്കാരുണ്ട്, നിനക്ക് താഴെയും പെൺകുട്ടിയുണ്ട്, നിനക്ക് ഒരു ചേട്ടനുണ്ട്, നിനക്കൊരു അനിയനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ അവിടെ മാനസികമായിട്ട് അവിടെ നിർത്തിപ്പിക്കുകയാണ് അല്ലേ? പക്ഷേ ആൺമക്കളുള്ള അമ്മമാർ ഒന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ആ അമ്മയുടെ ആൺമകൻ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവനെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യണം? രാജകീയമായി തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഭാര്യ വീട്ടിൽ പോയി വന്ന എന്തായിരുന്നു ഭക്ഷണം എന്ന് ചോദിക്കുന്ന അമ്മമാരെ. എന്ന് വെച്ചാൽ അവിടെ നല്ല വിഭവമായി സമൃദ്ധമായ ഭക്ഷണം നൽകിയോ എന്നാണ് ഇൻഡയറക്റ്റ്ലി അവർ ഉദ്ദേശിക്കുന്നത്. ഈവൻ അതുപോലും ചോദിക്കുന്ന ഒരമ്മ, ഒരു പെൺകുട്ടി അവരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തൻ്റെ മകനെ എങ്ങനെ ഭാര്യ വീട്ടുകാർ ട്രീറ്റ് ചെയ്തു അതുപോലെ ട്രീറ്റ് ചെയ്യണം അവളെയും എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇത്? ശരിയല്ലേ?